തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സമാഗതമായതോടുകൂടി നാടിൻ്റെ നാനാഭാഗത്തു നിന്നും കൗതുകരമായിട്ടുള്ള നിരവധി വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ സമീപ ദിവസം ഉണ്ടായ ഒന്ന്, തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്ന മുൻ സംസ്ഥാന പോലീസ് മേധാവി ശ്രീമതി ശ്രീലേഖയുടെ പേരിൻ്റെ കൂടെ IPS എന്ന് വയ്ക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരുത്സാഹപ്പെടുത്തി. അങ്ങനെ വെക്കാൻ പാടില്ല എന്ന് നിർദ്ദേശിച്ചു എന്നുള്ളതാണ്. ശ്രീലേഖ എന്ന് വെക്കാം, ശ്രീലേഖ IPS എന്ന് പറഞ്ഞ് വോട്ട് ചോദിക്കാൻ പാടില്ല. ഇവരുടെ പോസ്റ്ററുകളൊക്കെ അതിൻ്റെ ഫലമായിട്ട് IPS എന്നുള്ളത് പാർട്ടി പ്രവർത്തകർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നും വാർത്ത കണ്ടു. ഇത് വളരെ കൗതുകകരമായിട്ട് തോന്നി. സാധാരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആളുകൾ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത പേരിൻ്റെ കൂടെ എഴുതി വെക്കാറുണ്ട്. എൻ്റെ ഓർമ്മയിൽ 1977 തെരഞ്ഞെടുപ്പ് ചിത്രം തെളിയുകയാണ്. 1977 തെരഞ്ഞെടുപ്പിൽ, അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. ആലുവയിൽ മത്സരിച്ചത് ശ്രീ TH മുസ്തഫയാണ്, കോൺഗ്രസ് സ്ഥാനാർത്ഥി. അന്ന് അദ്ദേഹം എറണാകുളം DCC പ്രസിഡന്റ് കൂടിയാണ് എന്നാണ് എൻ്റെ ഓർമ്മ. എതിർ സ്ഥാനാർത്ഥി അഖിലേന്ത്യാ മുസ്ലിം ലീഗിലെ MPM ജാഫർ ഖാനായിരുന്നു. അദ്ദേഹം ഒരു അഭിഭാഷകനാണ്. കേരള നിയമസഭയിൽ മുമ്പ് ഡെപ്യൂട്ടി സ്പീക്കറായിട്ടുള്ള ആളാണ്. അപ്പോൾ MPM ജാഫർ ഖാൻ BABL എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പോസ്റ്ററുകളും അതുപോലെ ചുമരെഴുത്തുകളും പ്രത്യക്ഷപ്പെട്ടു. അഡ്വക്കേറ്റ് ജാഫർ ഖാൻ, അല്ലെങ്കിൽ ജാഫർ ഖാൻ BABL എന്ന് പറഞ്ഞ് പോസ്റ്റർ എഴുതിയിട്ട് നമ്മുടെ നാട്ടിലെ സഖാക്കൾക്ക് മതിയായില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയിലാണ് ഈ വിമത ലീഗ് സ്ഥാനാർത്ഥിയായിട്ട് ജാഫർ ഖാൻ ആലുവയിൽ മത്സരിക്കുന്നത്. ആലുവയുടെ പ്രത്യേകത, മലപ്പുറം ജില്ലയ്ക്ക് തെക്ക് അന്നത്തെ കാലത്ത് 50% അല്ലെങ്കിൽ 50% അല്പം കൂടുതൽ മുസ്ലിങ്ങളുള്ള ഒരു മണ്ഡലമാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ വിമത ലീഗുകാരനായ ജാഫർ ഖാനെ അന്നത്തെ മാർക്സിസ്റ്റ് മുന്നണി ആലുവയിൽ സ്ഥാനാർത്ഥിയായിട്ട് ഫീൽഡ് ചെയ്തു. ജാഫർ ഖാൻ BABL എന്നെഴുതിയിട്ട് മുസ്തഫയെ പരിഹസിക്കാൻ വേണ്ടി അവർ ഒരു പൊടിക്കൈ കൂടി ചെയ്തു. മുസ്തഫയ്ക്ക് ഔപചാരിക വിദ്യാഭ്യാസം കുറവാണ്, പക്ഷെ നല്ല കോമൺ സെൻസ് ഉള്ള ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിന് വലിയ വിജയം നേടാൻ കഴിഞ്ഞത്. ജാഫർ ഖാൻ BABL, TH മുസ്തഫ താറാ പാറ എന്ന് ഭിത്തിയിലേക്ക് എഴുതി വെച്ചു. ഇത് കണ്ടവർക്ക് മുസ്തഫയോട് പ്രത്യേകിച്ച് അനിഷ്ടവും തോന്നിയില്ല. കാരണം മുസ്തഫയ്ക്ക് ഔപചാരിക വിദ്യാഭ്യാസം കുറവാണെന്നുള്ള ആലുവയിലെ എല്ലാ വോട്ടർമാർക്കും അറിയാം. ജാഫർ ഖാനോട് പ്രത്യേകിച്ച് ഒരു ബഹുമാനവും തോന്നിയില്ല. കാരണം ജാഫർ ഖാൻ ആലുവക്കാരെ സംബന്ധിച്ചിടത്തോളം പുതുമുഖമായിരുന്നു, അവർക്ക് അപരിചിതനായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ഈ താറാ പാറ എന്ന് എഴുതിയത് ഒരു അവഹേളനമായിട്ടാണ് ഭൂരിപക്ഷം ആളുകൾ കണ്ടത്. ഏതായാലും മുസ്തഫ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു, ജാഫർ ഖാൻ തോറ്റു. അപ്പോൾ BABLനേക്കാളുമൊക്കെ ആലുവക്കാർ വില വയ്ക്കുന്നത് താറാ പറക്കാണ് എന്ന് അതുകൂടി തെളിഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള പല തമാശകൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. അതുപോലെ ഒരിക്കലും കോടതിയിൽ പോയിട്ടില്ലാത്ത ആളുകൾ, ഏതെങ്കിലും കാലത്ത് ഒരു BABL പാസ്സായതിനു ശേഷം കോടതിയിൽ പോകാത്ത, അരങ്ങ് കാണാത്ത നടന്മാരുണ്ടാവുമല്ലോ. മാർക്സിസ്റ്റ് പാർട്ടിയുടെയൊക്കെ ചില നേതാക്കന്മാരാണെങ്കിൽ വല്ല ബസ്സിന് കല്ലെറിഞ്ഞനോ അല്ലെങ്കിൽ താലൂക്ക് ഓഫീസ് വിക്കറ്റ് ചെയ്തതൊക്കെ പ്രതിയായിട്ട് ചിലപ്പോൾ കോടതിയിൽ പോയിട്ടു. അല്ലാതെ വെറുതെ പേരിൻ്റെ കൂടെ അഡ്വക്കേറ്റ് എന്ന് എഴുതി വെക്കുന്ന ആളുകളുണ്ട്. ആ വിഭാഗത്തിൽപ്പെട്ട പലരും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ, അതായത് LLB നമ്മുടെ ലക്ഷ്മി നായരുടെ കോളേജിൽ നിന്ന് പാസ്സായതിനു ശേഷം പിന്നീട് ആ ഭാഗത്തേക്ക് പോകാതെ പൊതുപ്രവർത്തനമായിട്ട് നടക്കുന്ന ആളുകൾ, ഞാൻ അവരെ മോശപ്പെടുത്തി പറയാം, അവരും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അഡ്വക്കേറ്റ് സോ ആൻഡ് സോ എന്ന് വെച്ചാണ് മത്സരിക്കുക. ഇത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പല മുഖങ്ങളും തെളിഞ്ഞു വരും എന്നെനിക്കറിയാം. കോടതിയിൽ പോയിട്ടുള്ള വക്കീലന്മാർ താരതമ്യേന കുറവാണ് രാഷ്ട്രീയത്തിൽ. നമ്മുടെ ജോസ് തെറ്റയിൽ കോടതിയിൽ പോകുന്ന ആളായിരുന്നു. ഇപ്പോഴത്തെ മാത്യു T. തോമസ് നല്ല കേസുള്ള വക്കീലാണ്. അങ്ങനെ കുറച്ച് പേർ ഒഴിച്ചാൽ മിക്കവരും തന്നെ അരങ്ങ് കാണാത്ത നടന്മാരാണ്. അപ്പോൾ അങ്ങനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ പൊതുയോഗത്തിൻ്റെ നോട്ടീസിൽ പേര് വയ്ക്കുമ്പോൾ അഡ്വക്കേറ്റ് എന്ന് വയ്ക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തി അല്ലെങ്കിൽ തടഞ്ഞ ഒരാൾ മാത്രമേ എൻ്റെ അറിവിലുള്ളൂ. അത് നമ്മുടെ ബിനോയ് വിശ്വമാണ്. അദ്ദേഹം LLB പാസ്സായിട്ടുള്ള ആളാണ്, പക്ഷേ കോടതിയിലൊന്നും അങ്ങനെ പോയിട്ടില്ല. പക്ഷെ പോസ്റ്ററിൽ പേര് വെക്കുമ്പോഴോ അല്ലെങ്കിൽ നോട്ടീസ് അടിപ്പിക്കുമ്പോഴോ അഡ്വക്കേറ്റ് ബിനോയ് വിശ്വ എന്ന് വെക്കാൻ പുള്ളി സമ്മതിക്കില്ല. കാരണം പുള്ളിക്കാരനെ അറിയാം, അദ്ദേഹം അഡ്വക്കേറ്റ് ഒന്നും അല്ല, കോടതിയിൽ പോകാത്ത ആളാണ്. ഇനിയിപ്പോൾ അഡ്വക്കേറ്റ് എന്ന് വെച്ചാൽ നാളെ മുതൽക്ക് ആളുകൾ ചിലപ്പോൾ വിളിച്ച് നിയമപരമായ സംശയങ്ങൾ ചോദിക്കും. അപ്പോൾ അങ്ങനെ ഒരു പുകിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും പുള്ളി വിനയം കൊണ്ട് അങ്ങനെ അഡ്വക്കേറ്റ് എന്ന് വെക്കുന്നതിനെ തടസ്സപ്പെടുത്താറുണ്ട്, അല്ലെങ്കിൽ അതിനെ നിരുത്സാഹപ്പെടുത്താറുണ്ട് എന്നുള്ള എനിക്ക് വ്യക്തിപരമായിട്ട് അനുഭവമുള്ള കാര്യം. പിന്നെ IAS-കാരും IPS-കാരൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ IAS IPS ഒക്കെ വെക്കാറുണ്ട്. പണ്ട് S. കൃഷ്ണകുമാർ കൊല്ലത്ത് മത്സരിച്ചപ്പോൾ കൃഷ്ണകുമാർ IAS-ന് വോട്ട് ചെയ്യുക എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ
ചുമരെഴുത്തുകളും അതുപോലെ നോട്ടീസുകളുമൊക്കെ. അദ്ദേഹത്തിന് എതിരെ മത്സരിച്ചത് ഒരു സമയത്ത് നമ്മുടെ ബാബു ദിവാകരനാണ്. അപ്പോൾ ബാബു ദിവാകരൻ BA LLB എന്ന് വെച്ചാൽ അദ്ദേഹം ഒട്ടും കുറയ്ക്കണ്ട എന്ന് കരുതി. പക്ഷേ കൃഷ്ണകുമാർ തന്നെ വിജയിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്, ഇല്ലെന്നല്ല പറയും. ജസ്റ്റിസ് സുബ്രഹ്മണ്യം പോറ്റി മത്സരിച്ചപ്പോൾ വെറുതെ സുബ്രഹ്മണ്യം പോറ്റിയെന്നോ സുബ്രഹ്മണ്യം പോറ്റിയെന്ന് പറഞ്ഞാൽ ആളെ ജനങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് ഒരുപാട് കൊല്ലമെങ്കിലും അതേ പേരിൻ്റെ കൂടെ ജസ്റ്റിസ് സുബ്രഹ്മണ്യം പോറ്റി എന്ന് തന്നെ വെച്ചു. പക്ഷേ എറണാകുളത്തെ പ്രബുദ്ധരായ വോട്ടർമാർ അത് കണ്ടിട്ടൊന്നും കുലുക്കിയില്ല. അദ്ദേഹം 30,000 വോട്ടിന് മറ്റും തോറ്റു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം ഇങ്ങനെ IAS വെച്ചാലോ IPS വെച്ചാലൊന്നും വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. ജനങ്ങൾ അവരുടെ വിവേചനാധികാരം ഉപയോഗിച്ചിട്ട് വോട്ട് ചെയ്യും. അപ്പം ഇത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ KR നാരായണൻ ഒറ്റപ്പാലം പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ സഖാവ് AK ബാലനായിരുന്നു പുള്ളിയുടെ എതിർ സ്ഥാനാർത്ഥി. KR നാരായണൻ യഥാർത്ഥത്തിൽ IAS-കാരനല്ല, അദ്ദേഹം ഇന്ത്യൻ ഫോറിൻ സർവീസിലാണ് ജോലി ചെയ്തത്. അതൊരു മത്സര പരീക്ഷ എഴുതി IFS കിട്ടിയ ആളുമല്ല. അദ്ദേഹത്തെ ഹറോൾഡ് ലാസ്കിയുടെ ശുപാർശയിൽ ജവഹർലാൽ നെഹ്റു നേരിട്ട് ഫോറിൻ സർവീസിൽ എടുത്തു എന്നുള്ളതാണ് ചരിത്രം. പക്ഷേ ഒറ്റപ്പാലത്തെ പ്രബുദ്ധരായ കോൺഗ്രസ്സുകാരെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ പോസ്റ്ററുകളിലല്ല, അതിനേക്കാൾ ഒരു ചുമരെഴുതിയപ്പോൾ KR നാരായണൻ IAS-ന് വോട്ട് ചെയ്യുക എന്ന് എഴുതി എന്നുള്ളതാണ്. IAS-കാരനല്ല എന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റില്ലല്ലോ, പറഞ്ഞ ആളുകൾ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് പുള്ളി മിണ്ടിയില്ല. അങ്ങനെ IAS-കാരനായിട്ട് KR നാരായണൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ജയിക്കിച്ചു. അപ്പോൾ ബാലൻ്റെ പ്രവർത്തകർക്ക് അതൊരു കുറച്ചിലായിട്ട് തോന്നി. അവർ പുള്ളി IAS-കാരനല്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുന്നതിന് പകരം AK ബാലൻ BA LLB-ക്ക് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞ് അവരും കട്ടയ്ക്ക് പോസ്റ്റർ എഴുതി, മതിലെഴുതി, പോസ്റ്റർ ഒട്ടിച്ച് കൃതാർത്ഥരായി എന്നുള്ളതാണ് ചരിത്രം. ഇങ്ങനെയുള്ള തമാശകൾ പണ്ടും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ പറയുന്നത്, ശ്രീലേഖ എനിക്ക് വ്യക്തിപരമായിട്ടും മറ്റു തരത്തിൽ അടുപ്പമുള്ളൊരു വ്യക്തിയാണ്. ഈ പാർലമെൻറ്റിലേക്കൊക്കെ മത്സരിക്കുമ്പോൾ റിട്ടയർ ചെയ്ത IAS-കാർ IPS-കാർ IFS-കാരൊക്കെ മത്സരിക്കുന്നതിനൊരു ഭംഗിയുണ്ട്. ഇപ്പം ശശി തരൂർ വിശ്വപൗരനാണ്, അദ്ദേഹം പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമാണ്. KR നാരായണൻ അല്ലെങ്കിൽ S കൃഷ്ണകുമാർ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്ന പോലെയല്ലോ പഞ്ചായത്തിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കൊക്കെ റിട്ടയർ ചെയ്ത IAS-കാർ IPS-കാരൊക്കെ മത്സരിച്ചാൽ വോട്ടർമാർ എന്ത് വിചാരിക്കും? നമ്മൾ പാർലമെൻറ്റ് മെമ്പറെ കാണുന്ന പോലെയല്ല പഞ്ചായത്ത് മെമ്പറെ കാണുന്നത്. പഞ്ചായത്ത് മെമ്പറായിട്ട് നമ്മൾക്ക് എപ്പോഴും ആഗ്രഹമുള്ളത്, നമുക്കെപ്പോഴും ആവശ്യമുള്ളത് താരതമ്യേന വിദ്യാഭ്യാസം കുറഞ്ഞ, കോളേജിലൊന്നും പോയിട്ടുണ്ടെങ്കിൽ തന്നെ കാര്യമായിട്ടൊന്നും പഠിക്കാത്ത, നമ്മൾ എപ്പോൾ വിളിച്ചാലും ഓടിയെത്തുന്ന, നമ്മുടെ വീട്ടിൽ ഒരു കല്യാണമോ അടിയന്തരമോ ചാത്തോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരുന്ന, ഒരു മരണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഓടിയെത്തുന്ന ഒരു മെമ്പറായിരിക്കും. നമ്മുടെ വീട്ടിലേക്കുള്ള വഴി കുണ്ടും കുഴിയായിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് മെമ്പറെ വിളിച്ച് പറയാം. അല്ലെങ്കിൽ റോഡ് സൈഡിലെ പുല്ല് വെട്ടാൻ മെമ്പറോട് പരാതി പറയാം. സ്ട്രീറ്റ് ലൈറ്റ് കത്താതെ വന്നാൽ, അല്ലെങ്കിൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും ആവശ്യത്തിന് വിളിപ്പിക്കുകയാണെങ്കിൽ സാധാരണക്കാർക്ക് ഒറ്റയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാൻ പേടിയായിരിക്കും, മടിയായിരിക്കും. അപ്പോൾ കൂടെ പോകാനായിട്ടൊരു മെമ്പർ വേണം. ഇപ്പോൾ ശ്രീലേഖ മാഡം തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറായി കഴിഞ്ഞാൽ ഒരാൾ വിളിച്ച് വെറുതെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂടെ പോകും, എനിക്ക് സംശയമുണ്ട്. ഞാനവരെ മോശക്കാരിയാക്കാൻ വേണ്ടി പറഞ്ഞാൽ. അപ്പോൾ ജനങ്ങൾ ഇങ്ങനെയുള്ള ഒരു വികാരം, ഇങ്ങനെ ഒരു ചിന്താഗതി ആളുകളുടെ ഇടയിലുണ്ടാവും. പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്ന പോലെയല്ല പഞ്ചായത്തിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കും കോർപ്പറേഷനിലേക്കും മത്സരിക്കുന്നത്. അപ്പോൾ ഈ സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാനുള്ള അവസരം കിട്ടുമ്പോൾ ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്കും ഒരു ത്യാജ്യഗ്രാഹി വിവേചന ശക്തിയൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. എല്ലാ സ്ഥാനാർത്ഥികളും ശക്തമായി മത്സരിക്കട്ടെ, ഭൂരിപക്ഷം കിട്ടുന്നവർ ജയിക്കട്ടെ, സന്തോഷമായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകട്ടെ.